നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ഒരു കമ്പനിയിൽ ജോലിക്കാരനായി മസ്കറ്റിൽ നിന്ന് ബർക്കയിലേക്ക് ഞാൻ എത്തുന്നത് 2007-ലാണ്. അതേ വർഷം തന്നെയാണ് ഒമാനിലെ ജലപ്രളയമുണ്ടാക്കിയ ബോനു ചുഴലിക്കാറ്റും അതിൻ്റെ ആഘാതങ്ങളൊക്കെ ഉണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ എല്ലാ അനുരണനങ്ങൾക്കും ഒടുവിൽ ശാന്തമായി തീർന്ന ഒരു സായാഹ്നത്തിൽ എൻ്റെ സുഹൃത്ത് തൊട്ടടുത്ത ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ജോലി ചെയ്യുന്ന പ്രകാശൻ എന്ന സുഹൃത്തിനോടൊപ്പം വൈകുന്നേരം നടക്കാനിറങ്ങുമ്പോൾ ബസ് അല്ലെങ്കിൽ ടാക്സി കാത്തിരിപ്പ് കേന്ദ്രം എന്ന് പറയാവുന്ന ഒരിടത്ത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അങ്ങോട്ട് നോക്കുന്നത് കണ്ടിട്ടാവണം പ്രകാശൻ എന്നോട് ചോദിച്ചു, അയാൾ അറിയുമോ? ഞാൻ പറഞ്ഞു, ഇല്ല. പ്രകാശൻ അയാളുടെ കഥ പറഞ്ഞു. അയാൾ ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ. തിരുവനന്തപുരം ജില്ലക്കാരനാണ്. ഇപ്പോൾ അയാൾ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. 6 മാസം മുമ്പ് അയാൾ നാട്ടിൽ പോയി വന്നതായിരുന്നു. അയാൾക്ക് ഭാര്യയും ഒരു മകനുമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ച അയാളുടെ ഭാര്യ മറ്റൊരാളോടൊപ്പം ഓടിപ്പോയി. ഞാൻ പ്രകാശനെ നോക്കി. പ്രകാശൻ സത്യം. ഇപ്പോൾ അയാളുടെ മകൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. 10-11 വയസ്സുണ്ടാകും. ഞാൻ ആ മനുഷ്യനെ വീണ്ടും കുറച്ചു നേരം കൂടി നോക്കി നിന്നു. ഞങ്ങൾ നിൽക്കുന്നതിനും അയാൾ ഇരിക്കുന്നതിനുമിടയിൽ ഒരു റോഡിൻ്റെ അകലമുണ്ട്. എതിർഭാഗത്ത് നിന്ന് എനിക്ക് അയാളെ കാണാം. കൃശഗാത്രനായ ആ മനുഷ്യൻ്റെ ശരീരം കഠിനമായ ചൂടിൽ ജോലി ചെയ്ത് വിയർപ്പ് പറ്റിയ ഒരു ശരീരമാണ് എന്ന് ഒറ്റനോട്ടത്തിൽ പറയാൻ കഴിയും. ആ മനുഷ്യൻ്റെ അപ്പോഴത്തെ മുഖം പൂർണ്ണമായും വലിഞ്ഞു മുറുകിയിരിക്കുന്ന ഒരു മാനസികാസ്വസ്ഥൻ്റെ അവസ്ഥയിലാണ് എന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രകാശൻ എന്നോട് ചോദിച്ചു, ഇപ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നിനക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, തീർച്ചയായും. ഒരുപക്ഷെ അയാളുടെ വീടിനെക്കുറിച്ചോ ഓടിപ്പോയ ഭാര്യയെക്കുറിച്ചോ ആയിരിക്കില്ല ചിന്തിക്കുന്നുണ്ടാവുക. ഒറ്റപ്പെട്ടു പോയ അയാളുടെ മകനെ കുറിച്ചായിരിക്കും. അമ്മ ഓടിപ്പോവുകയും അച്ഛൻ പ്രവാസിയാവുകയും ചെയ്താൽ ആ കുഞ്ഞ് നിർബന്ധപൂർവ്വം ഏറ്റെടുക്കേണ്ടി വരുന്ന അനാഥത്വം എത്രമേൽ കഷ്ടകരമായിട്ടാണ് ഏറ്റുവാങ്ങുന്നുണ്ടാവുക എന്ന് ഞാനും ആലോചിച്ചു. സത്യത്തിൽ ആ ഒരു മനുഷ്യൻ്റെ ആ ഇരിപ്പിൽ അയാളുടെ എല്ലാ ദൈന്യവും കലർന്നിരുന്നു. നിസ്സഹായനായിരിക്കുന്ന ആ മനുഷ്യന് ഒരുപക്ഷെ ഇപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ കഴിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അയാളുടെ തൊഴിലുടമ അയാളെ അനുവദിക്കുന്നുണ്ടാവില്ല. അയാൾക്ക് മറ്റ് സാമ്പത്തിക പ്രയാസങ്ങൾ ധാരാളം ഉണ്ടാകാം. ഈ ഒരു സാഹചര്യത്തിൽ നാട്ടിൽ പോകാനും പറ്റില്ല എന്നൊരവസ്ഥയിലായിരിക്കാം. മകനെ സഹോദരൻ്റെയോ അല്ലെങ്കിൽ സഹോദരിയുടെയോ വീട്ടിൽ കൊണ്ടുചെന്നാക്കി തൽക്കാലത്തേക്ക് പ്രശ്നം പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ നാട്ടിൽ പോകാൻ കഴിയണമെന്നില്ല. ഇതെല്ലാം അയാളെ വിഷമിപ്പിക്കുന്നുണ്ടാകാം. അയാൾക്ക് സഹായിക്കാൻ ത്രാണിയുള്ള കൂട്ടുകാർ ഇല്ലാതെയുമാവാം. അയാൾ പോലെ സാധാരണക്കാരായ മനുഷ്യരായിരിക്കാം. അയാളോടൊപ്പം ജോലി ചെയ്യുന്നവരെ പോലെ സാധാരണക്കാരായ മനുഷ്യരായിരിക്കാം അയാളുടെ കൂട്ടുകാർ. ആരോടും പറയാനാകാത്ത ഒരു വിഷമത്തിൽ ആ മനുഷ്യൻ അങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴും ഇത്തരം കേസുകൾ ധാരാളമായി കേൾക്കുമ്പോൾ, അതിനു മുമ്പും ശേഷവും കേട്ടപ്പോഴെല്ലാം നമ്മൾക്കതൊരു സാധാരണ വാർത്തയായി മാറിയ ഒരു ഘട്ടത്തിൽ തന്നെ എപ്പോൾ ഇത്തരം വാർത്ത കേട്ടാലും എനിക്ക് ആ മനുഷ്യൻ്റെ മുഖം ഓർമ്മ വരുന്നു. ആ മനുഷ്യൻ അപ്പോൾ അനുഭവിക്കുന്ന എല്ലാ ദൈന്യവും ആ മുഖത്ത് നേരിട്ടിരുന്നു. ഇപ്പോൾ ഇത് വർഷങ്ങൾക്ക് ശേഷം ഓർമ്മിച്ചെടുക്കുമ്പോൾ, ഇപ്പോഴും സമാനമായ സംഭവം കേൾക്കുമ്പോൾ ആ മുഖം എൻ്റെ മനസ്സിലേക്ക് വരുന്നു. കണ്ണീര് പോലും ഇല്ലാത്ത കണ്ണുകളുമായി
ദൈന്യം കലർന്നു നിൽക്കുന്ന ആ മനുഷ്യൻ്റെ മുഖം അതൊരു വേദനയായി അവശേഷിക്കുന്നു. ഒപ്പം ആ കുഞ്ഞ് നിർബന്ധപൂർവ്വം ഏറ്റുവാങ്ങേണ്ടി വന്ന അനാഥത്വം. ഓരോ കൗമാരത്തിൻ്റെ ആരംഭത്തിലും അച്ഛൻ ഹീറോയും അമ്മ ബെസ്റ്റ് ഫ്രണ്ടുമായി കുട്ടികൾ കണക്കാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് രണ്ടും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നഷ്ടപ്പെടുന്നവൻ്റെ വേദന അവന് മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് തിരിച്ചറിയുന്നു. ആ മനുഷ്യനൊരു മുഖമായി ഒരു വേദനയായി ഇപ്പോഴും ഉള്ളിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്.